രവിമാഷേ, രവിമാഷേ. ആരായത്? മാമുക്കിയോ? രാവിലെ തന്നെ എവിടത്തേക്കാ? അത് ശരി, നിങ്ങൾക്കൊരു നല്ല വർത്താനം ഉണ്ടാവുമ്പോ ഞാനത് അറിഞ്ഞില്ലാച്ചാലോ. എന്നിട്ട് സിന്ധു എവിടെ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. പ്രായശ്ചിത്തത്തിനുള്ള കുറെ വഴിപാട് കഴിക്കാനുണ്ട് പോലും. കുറ്റബോധത്തിന്റെ ഭാരമിറക്കൽ. എന്തായാലും നിങ്ങൾ ഒന്നായില്ലോ. ഒക്കെ പടച്ചോന്റെ കുതിരത്ത്. ഇനി ഇങ്ങനെ ഇറങ്ങി പോവരുത് എന്ന് പറയണട്ടാ. ആ, പുതിയ കാലമല്ലേ മാമുക്ക. അല്ല, രാഘവ എവിടെ? അച്ഛൻ മൂകാംബികയിൽ പോയതാ. എവിടെ? മൂകാംബിക. സൗപർണികയിൽ മുങ്ങിക്കുളിച്ചാൽ മനസ്സിൽ കയറിക്കൂടിയ ചെളി മുഴുവൻ ഇളകിപ്പോവുമെന്ന് കരുതി കാണും. ആ, പിന്നെ മാമുക്കയുടെ അടക്ക കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഒക്കെ വളരെ മോശാ മോനെ. അല്ല, സിന്ധു വരണ വിവരം രാഘവ അറിഞ്ഞിട്ടില്ലേ? ഞാൻ അവ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ചെലവ് ചെയ്യണട്ടോ മാഷേ. ചെലവ് എനിക്കാ തരേണ്ടത്. റസാക്കിന് ജോലി കിട്ടിയിട്ട് മാമുക്കൻ്റെ വക ഒന്നും കിട്ടിയില്ല. ആ, നിങ്ങളിവിടെ ഇരിക്കെ. എനിക്ക് വായനശാലയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ ബേജാറാവാണ്ടിരിക്കെ. അച്ഛൻ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം, പോരെ? അല്ല, അത് നമ്മളെ കണ്ണനാണല്ലോ. രവിമാഷേ, രവിമാഷേ. എന്താ കണ്ണേട്ടാ? മാഷേ, നമ്മുടെ കുളത്തില് കുളത്തില് ഒരാള് മരിച്ചു കിടക്കുന്നു മാഷേ. ആര്? മാഷേ, കണ്ടിട്ട് നമ്മുടെ രാഘവേട്ടൻ. ക്യൂ മലയാളം ഖത്തർ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. രചന സംവിധാനം മനീഷ് സാരംഗി. രാഘവ, ഈ പഞ്ചായത്തിൽ നിന്ന് നേരത്തെ എത്തിയാ? ആ, വന്ന് കയറിയതേ ഉള്ളൂ. ദാ കണ്ടില്ലേ അവർ തന്ന പൊന്നാട. ഇതിപ്പോൾ കൊല്ലത്തിലൊരു ശീലമായി മാറി. അത് നല്ലതല്ല രാഘവ. നമ്മുടെ നാട്ടില് അന്നെപ്പോലൊരു കർഷകൻ ഉണ്ടാവണത് നമുക്കെല്ലാം ഒരു അഭിമാനല്ലേ? ഏക്കറ് കണക്കിന് സ്ഥലമുള്ളവര് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോ ഈ ചെറിയ സ്ഥലത്ത് ഈ പൊന്നു വിളയിക്കണില്ലേ? എല്ലാം സഹിക്കാം മാമു. അവിടെ ഇരുത്തി എന്നെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോഴാ ഓക്കാനം വരുന്നത്. സത്യം പറഞ്ഞ എൻ്റെ അവാർഡും ആദരവുമൊക്കെ എൻ്റെ വിളകൾ തന്നെയാ. ആ, നീ എവിടെ പോയതാ? ആ ഹാജിക്കാരൻ്റെ പറമ്പിൽ തല പോയ 2-3 കഴുങ്ങുണ്ട്. അതൊന്നും നോക്കാൻ പോയതാ. അത് പറഞ്ഞപ്പോഴാ മാമു, ഇങ്ങനെ ആയാൽ ശരിയാവൂല. നമ്മളെ കവുങ്ങിലെ അടക്ക മുഴുവൻ കിളി കൊത്തിക്കൊണ്ടിരിക്കുക. നീ ആരെങ്കിലും കൂട്ടി അതൊന്ന് പറപ്പിക്ക്. ഈ പറയണ പോലെ അതത്ര എളുപ്പല്ല രാഘവ. കഴുങ്ങ് കയറാൻ ആളെ കിട്ടണ്ടേ? 50 കിലോയിൽ താഴെയുള്ള ഏതെങ്കിലും കഴുങ്ങുകയറ്റക്കാരൻ നമ്മുടെ നാട്ടിലുണ്ടാ? കേട്ടിട്ടില്ലേ, കോർപ്പറേറ്റ് ജയിച്ചു, മനുഷ്യൻ തോറ്റു. അതെന്താണ് അങ്ങനെ? മണ്ണും മനുഷ്യനൊക്കെ തിന്നണത് വിഷ. മനുഷ്യൻ എങ്ങനെ ചീർത്ത് വരിക. മണ്ണിലെ മരങ്ങളോ മെലിഞ്ഞിട്ടും. അതുകൊണ്ട് ഈ ചന്ദനത്തിരി പോലുള്ള കഴുങ്ങിൽ കയറാൻ ഇനി വല്ല നേപ്പാളിനെയോ ബംഗാളിനെയോ നോക്കേണ്ടി വരും. അല്ല, ഈ ഞവര വിത്തിന് പോയില്ലേ? നാളെ പോണം. പടച്ചോനെ, അസർ നിസ്കരിക്കാതായല്ലോ. ഞാൻ പോട്ടെന്നാ. ശരി. കണ്ണാ, കണ്ണാ, ഇവൻ ഇതെവിടെ പോയി കിടക്കുക? കണ്ണാ. രാഘവേട്ടൻ എന്നെ വിളിച്ചാ? ഞാൻ ആ കുരുമുളകിന് മരുന്നടിക്കായിരുന്നു. ആ കോലായിൽ കാലിത്തീറ്റ വച്ചിട്ടുണ്ട്. പിന്നെ ആലവളത്തിന് ഒരാൾ വരും, അത് കെട്ടിവെക്കണം. നീ ആ പശുവിനെ അഴിച്ച് കെട്ടിയോ? ആ നജീബിനേക്കാളും കഷ്ടം എൻ്റെ കാര്യം. ഓനാണെങ്കിൽ ആടിനെ ഒട്ടകത്തിനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. നിന്റെ അധിക പ്രസംഗം കൂടുന്നുണ്ട്. നിന്നെ ഞാൻ... രാഘവേട്ടൻ്റെ വീടല്ലേ? അതെ. ആരാ? ഞാനാ രാഘവൻ. രാഘവേട്ട, ഞാൻ സുബീഷ്. ഗൾഫിൽ നിന്ന് എൻ്റെ ഏട്ടൻ വന്നപ്പോൾ ഇവിടുത്തെ വിജയേട്ടൻ തന്നുവിട്ടതാ. ഇതാ ഒരു മൊബൈൽ ഫോൺ, പിന്നെ
ഒരു ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ. ലാപ്ടോപ്പിൽ കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് എത്തിക്കാം. മോനെ, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? ഇങ്ങ് തരൂ. ഇതിൽ ഈ കാർഡ് ഇടണം. ഇത് വിജയേട്ടൻ്റെ പഴയ സിം കാർഡാ. ദാ, ഇനി ഈ നമ്പർ അമർത്തി വിളിച്ചാൽ മതി. ദാ, വിജയേട്ടനാ. ഹലോ. ആ മോനെ, സുഖാടാ. അവൻ പറഞ്ഞു. എന്ത്, ഡ്യൂട്ടിയിലാണോ? ആ ശരി, വൈകുന്നേരം വിളിക്ക്. ആയിക്കോട്ടെ. അപ്പോൾ ശരി രാവേട്ടാ, ഞാൻ ലാപ്ടോപ്പുമായി പിന്നെ വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. വരട്ടെ. അച്ഛാ, ആരാ ബൈക്കിൽ പോയത്? അതേ, ഈ മൊബൈൽ കൊണ്ടുതരാൻ വന്നതാ. നമ്മുടെ വിജയം കൊടുത്തേച്ചതാടാ. പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് പോലും. അച്ഛൻ അതിൻ്റെ കുറവും കൂടിയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിന്ന് തിരിയാൻ സമയം കിട്ടുന്നില്ല. ആ രവി, 24 മണിക്കൂറും സ്കൂളും പുസ്തകവുമായി നടന്നാൽ ശരിയാവൂല. ഞാൻ എന്ത് ചെയ്യണമെന്നാ അച്ഛൻ പറയുന്നത്? സിന്ധുവിനെ കൂട്ടി വരണം. അടുത്ത ആഴ്ച കൊയ്ത്തു തുടങ്ങാറായി. അടുക്കളയിൽ ഒരാളുള്ളത് നല്ലതാ. നമ്മുടെ ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ സ്വന്തം വീടല്ലേ പറ്റൂ. സിന്ധുവിനെ ഞാനായിട്ട് കൊണ്ടാക്കിയതല്ലല്ലോ, തന്നിഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ. പോയവർക്ക് തോന്നുമ്പോൾ തിരിച്ചു വരും. അച്ഛൻ അത്രയ്ക്ക് ദണ്ണമുണ്ടെങ്കിൽ പോയി വിളിക്ക്. രവി, സമൂഹം നന്നാക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം കുടുംബകാര്യം നോക്കുന്നതും നല്ലതാ. രാഘവേട്ടാ, ആ മാഷൂടെ ഉണ്ടായിരുന്നോ? അല്ല, ഇതാര്? നമ്മുടെ നിയുക്ത സബ് ഇൻസ്പെക്ടർ റസാഖ് മുഹമ്മദോ? മാഷേ, എവിടെ രാഘവേട്ടൻ? അച്ഛൻ ഞവരവിത്ത് വാങ്ങാൻ പോയിരിക്കുക. ശോ, സസ്പെൻസ് കുളമായി. എന്തേ? SI ആയിട്ട് ആദ്യം അറിയിക്കേണ്ടത് രാഘവേട്ടനെയല്ലേ? അറിയിച്ചോളൂ, ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ട് അച്ഛന്. റസാഖേ, എവിടെയാ ഫസ്റ്റ് പോസ്റ്റിംഗ്? അറിയില്ല. ഇന്ന് SP ഓഫീസിൽ പോകണം. ജോലിയിൽ നന്നായി ശ്രദ്ധിക്കണം. ചതിക്കുഴികളാ ചുറ്റും. അതാ ഒരു പേടി. ഏത് കാട്ടുമുക്കിലേക്കാണാവോ പോസ്റ്റിങ്? ഒരു മുൻധാരണയുണ്ടെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചു വെക്കാമായിരുന്നു. എവിടെയായാലും മതവും രാഷ്ട്രീയവും കൊള്ളക്കാരും പണ്ടേ ഉണ്ട്. ഞാൻ നീതി നിർവഹണം നടത്തുന്ന ഉത്തമ പോലീസുകാരനായി മാറും. ആദ്യം എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ, മൃദുവായ പെരുമാറ്റം, ദൃഢമായ കർമ്മങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ ആപ്തവാക്യം മാറ്റി ദൃഢമായ പെരുമാറ്റം, മൃദുവായ കർമ്മങ്ങൾ എന്ന രീതിയിലല്ലേ പോലീസിൻ്റെ പ്രവർത്തനം. ഈ രവിമാഷിൻ്റെ അടുത്ത് കൂടുതൽ നിന്നാൽ ചിലപ്പോൾ ജോലി തന്നെ രാജിവെക്കേണ്ടി വരും. നാളെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് ഓർക്കുമ്പോഴേ ചങ്കിടിക്കുക. നമ്മളൊക്കെ പച്ച മനുഷ്യരല്ലേ മാഷേ? തീക്കട്ടയിൽ മുറുമ്പരിച്ചോ? മാഷേ, സിന്ധു ഇവിടെ ഇല്ല അല്ലേ? 1 മാസമായി പോയിട്ട്. നിങ്ങൾ തമ്മിൽ? നഗരത്തിലെ വിദ്യാഭ്യാസം, ഹോസ്റ്റൽ ലൈഫ്, ഇതൊക്കെ അനുഭവിച്ചു വന്ന പെൺകുട്ടിക്ക് ഗ്രാമാന്തരീക്ഷത്തിൻ്റെ നറുമണം വീർപ്പുമുട്ടലുണ്ടാക്കിയിട്ടുണ്ടാവും. തുളസിക്കതിർ ചൂടേണ്ട മുടികൾക്ക് ഹെയർ ഡ്രയറിൻ്റെ സ്പർശമേൽക്കാതെ ഉറക്കം കിട്ടിക്കാണില്ല. സർക്കാർ സ്കൂൾ അധ്യാപകൻ്റെ വിയർപ്പ്, വായനശാലയിലെ ചിതലുകൾ മണത്ത് നടക്കുന്നത് അസഹ്യമായി കാണും. എല്ലാറ്റിനും ഒരു പരിധിയില്ലേ റസാഖേ? തെറ്റുകൾ പരസ്പരം തിരുത്തി കൂട്ടിവാ മാഷേ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന സഹനശക്തി തന്നെയല്ലേ മാഷേ യഥാർത്ഥ ദാമ്പത്യം. ഞാൻ പോവുക, 2-3 ആളെ കാണാനുണ്ട്. നിൽക്ക്, കവലയിലേക്ക് ഞാനുമുണ്ട്. ഓട്ടോയിലിരുന്ന് നടുവിൻ്റെ ബോൾട്ട് ഇളകി. ഈ ഓട്ടോക്കാരെ സമ്മതിക്കണം.
രാവേട്ടാ സുഖല്ലേ? ആ സുഖം. നീ എന്താ വരാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് പണിയുണ്ടായിരുന്നു രാവേട്ടാ. ഇന്നലെ രാത്രി ഉറക്കൊഴിഞ്ഞാ മൊത്തം ഇൻസ്റ്റാൾ ചെയ്തത്. എന്താ നിന്റെ ജോലി? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഇതുപോലെ ചെറിയ കമ്പ്യൂട്ടർ ഇടപാടും. വലിയ ഉദ്യോഗസ്ഥനാ അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ രാവേട്ടാ, ഇതാ ലാപ്ടോപ്പ്, ഇതിൻ്റെ ചാർജർ, പിന്നെ ഇതാണ് സ്കൈപ്പ് ID. എന്ത് വേണമെങ്കിലും ഇൻ്റർനെറ്റ് കിട്ടും. ദേ ഇതിങ്ങനെ ഓണാക്കി പേപ്പർ വായിക്കണമെങ്കിൽ ദേ ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യാൽ മതി. രാവേട്ടാ, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ രാവേട്ടാ, സിം കാർഡിൽ പൈസ കയറ്റിയതും ഇൻസ്റ്റാളും കൂടി 1500 രൂപ കേട്ടോ. അതിത്തിരി കൂടുതലല്ലേ കുട്ടി? ഇതാ 1000 രൂപയുണ്ട്. രാവേട്ടാ, 500 രൂപ കൂടി പ്ലീസ്. നീ വണ്ടി വിട്ടോ. ആ മോനെ സുബീഷേ, ഇതിൽ കമ്പ്യൂട്ടർ ജാതകം ഉണ്ടാവില്ലേടാ? 1000-നുള്ളത് പറഞ്ഞു തന്നു, ഞാൻ പോവുക. ഒന്ന് കാണിച്ചു താടാ കുട്ടാ, വാ. രാവേട്ടൻ്റെ ഏതാ നക്ഷത്രം? വിശാഖം. വിശാഖം. പെട്ടെന്ന് ക്ഷുഭിതരാവുകയും കർക്കശമായി പെരുമാറുകയും ചെയ്യും. നന്നായി ആലോചിച്ച ശേഷമേ ഏത് കാര്യവും ചെയ്യാവൂ. ധനപരമായി നേട്ടമുണ്ടാവും. ഭൂമി സംബന്ധമായ ക്രയവിക്രയത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ആഴ്ച അത്ര പോരാ. അല്ല രാഘവേട്ടന് ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഹേയ്, നക്ഷത്രഫലം, ജ്യോതിശാസ്ത്രം, ശാസ്ത്രം നോക്കിയാൽ മൂത്രം ഒഴിക്കാൻ കഴിയില്ല. ഞാനൊന്ന് നടന്നു വെറുക്കട്ടെ. എൻ്റെ ഫലം നോക്കട്ടെ. ബുദ്ധിസാമർഥ്യം മുഖേന പല തീരുമാനങ്ങളും വിജയത്തിലെത്തും. ധനാഗമനത്തിനുള്ള പല വഴികളും തുറന്നു കിട്ടും. ബുദ്ധിസാമർഥ്യം മുഖേന പല തീരുമാനങ്ങളും വിജയത്തിലെത്തും. ധനാഗമനത്തിന് ഇങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ അടുത്ത കൊല്ലം പൊന്നാട പുതപ്പിച്ച് കിടത്തേണ്ടി വരും. മാഷേ, മാഷേ, എന്താ കണ്ണേട്ടാ? ഇത് കണ്ടോ മാഷേ? ഈ കുന്ത്രാണ്ടൻ കൈ കിട്ടിയതിനു ശേഷം പറമ്പിൽ വരെ ഇറങ്ങാറില്ല. അച്ഛാ, അച്ഛാ, എഴുന്നേൽക്ക്. നീ എവിടേക്കാ ഇത്ര രാവിലെ തന്നെ? രാവിലെയോ? സമയം 10 കഴിഞ്ഞു. കൂടംകുളം സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവിടം വരെ ഒന്ന് പോകണം. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തും. കേരളത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നോ? സാമൂഹിക പ്രവർത്തനം. ഞാൻ നാളെ മൂകാംബികയിൽ പോവും. കൊല്ലത്തിൽ പോണതല്ലേ കണ്ണാ, നീയും കൂടി വാ. അതല്ല രാവേട്ടാ, എനിക്കൊന്ന് മോളെ വീട് വരെ പോണം. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവും. വാ കണ്ണേട്ടാ. മെസ്സേജോ? ഇത് ഇംഗ്ലീഷിലാണല്ലോ. എന്തായിരിക്കും? ഒരു 2 മിനിറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ രവി വായിച്ചു തരുമായിരുന്നു. ചെക്കനെ വിളിക്കാം. ഹലോ സുബീഷേ, നീ ഒന്നിവിടം വരെ വരുമോ? ഒരു മെസ്സേജ് വായിക്കാനാടാ. ശരി, വരണം കേട്ടോ. ആരാ ഇപ്പം മിസ് കോൾ അടിക്കാൻ? അറിയുന്ന നമ്പർ അല്ലല്ലോ. നോക്കട്ടെ.
ഹലോ ഹലോ, മിസ്റ്റർ രാഘവൻ അല്ലേ? അതെ, രാഘവൻ തന്നെ. സർ, താങ്കൾക്ക് ഒരു മെസ്സേജ് കിട്ടിയായിരുന്നോ? അതെ, കിട്ടിയിരുന്നു. സാറിന് അത് എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ഞങ്ങളുടെ കമ്പനി നടത്തിയ മൊബൈൽ നമ്പർ ഞെരുക്കെടുപ്പിൽ സാറിന്റെ നമ്പറിന് ആ സമ്മാനം കിട്ടിയത്. സമ്മാനമോ? അതേ സമ്മാനം സാറിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. സർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ 2 കോടി രൂപ സമ്മാനത്തിന് അർഹമായിരിക്കുന്നു. എത്ര? അതേ 2 കോടി. 2 കോടിയോ? ഞങ്ങളുടെ പ്രതിനിധി എത്രയും പെട്ടെന്ന് താങ്കളുടെ അടുത്തെത്തും. പക്ഷേ ഒരു കാര്യം, അതുവരെ ആരും ഈ സംഭവം അറിയരുത്. മനസ്സിലായോ? മനസ്സിലായി. രാഘവേട്ടാ, എവിടെ മൊബൈൽ മെസ്സേജ്? നോക്കട്ടെ. ഒന്നുമില്ല. മെസ്സേജ് ഞാൻ വായിച്ചു. നീ വെക്കോ. ഞാനെന്താ നിങ്ങളെ കളിപ്പാവയോ? പോവാൻ പറഞ്ഞ പൊക്കോളുക. ഇത് വെച്ചോളൂ. ഇതെന്താ 1000 രൂപയോ? രാഘവൻ സാറല്ലേ? അതെ, നിങ്ങൾ ആ ലോട്ടറി. എൻ്റെ പേര് കെവിൻ സാമുവൽ, ഫ്രം മോബി ലോട്ടേഴ്സ്. എൻ്റെ സമ്മാനം കണ്ടോ? നിങ്ങളുടെ 2 കോടി രൂപയുടെ ചെക്ക് എപ്പം മാറാൻ കഴിയും? എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഇന്നോ നാളെയോ. ഈ നിമിഷം മുതൽ ഇത് നിങ്ങളുടേതാണ്. ഞങ്ങളുടെ കമ്പനിക്ക് ഒരു നിർബന്ധമേ ഉള്ളൂ. ചെക്ക് മാറി പണം കൈപ്പറ്റുന്നതുവരെ ആരും ഇത് അറിയാൻ പാടില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. പിന്നെ 2 കോടി കിട്ടേണ്ടടുത്ത് ഇൻകം ടാക്സും ഗിഫ്റ്റ് ടാക്സും കഴിച്ച് 1 കോടി 10 ലക്ഷമേ കിട്ടൂ. അതും മതിയെങ്കിൽ സാറിന് ആരോട് വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഈ തുക കയ്യിലെത്താൻ കാലതാമസമെടുക്കും. ചുരുങ്ങിയത് 1.5 മാസമെങ്കിലും. അത് മതിയോ? വേണ്ട, അങ്ങനെ വേണ്ട. എനിക്ക് മുഴുവൻ പണവും വേണം. ഞാൻ ആരോടും പറയില്ല. ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ചെക്ക് എപ്പോഴാ മാറുന്നത് സർ? എപ്പോഴാ മാറേണ്ടത്? സാറിന്റെ ഇഷ്ടം. എന്നാൽ ഇന്ന് തന്നെ മാറാം. ഓക്കെ. ചെക്ക് മാറുന്നതിന് മുമ്പ് കമ്പനിക്ക് ഒരു കടമ്പ കൂടിയുണ്ട്. പണം ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന്റെ ചിലവിലേക്കായി 10 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കണം. 10 ലക്ഷമോ? അതെ, 10 ലക്ഷം. ആരാ 10 ലക്ഷം അടയ്ക്കേണ്ടത്? മിസ്റ്റർ രാഘവൻ, അല്ലാതാരാ? അതിന് എന്റെ കയ്യിൽ 10 ലക്ഷമൊന്നുമില്ല. ആ 2 കോടിയിൽ നിന്ന് എടുത്തോളൂ. ഈ 10 ലക്ഷം കമ്പനിക്കുള്ളതല്ല, ബാങ്കിന്റെ നടപടിക്രമങ്ങൾക്കുള്ളതാ. അപ്പോൾ 1.5 മാസം കഴിഞ്ഞ് കിട്ടുമ്പോഴോ ഈ 10 ലക്ഷം അടയ്ക്കണോ? വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 90 ലക്ഷം കഴിച്ച് 1 കോടി 10 ലക്ഷം മാത്രമാണ്. അതായത് 55% മാത്രം. 90 ലക്ഷം നഷ്ടപ്പെടുത്തണോ 10 ലക്ഷം നഷ്ടപ്പെടുത്തണോ? ഏതാ നല്ലതെന്ന് സാറിന് തീരുമാനിക്കാം. അതിന് എന്റെ കയ്യിൽ അത്രയും പണമില്ല. ബാങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ കാണും. സാറിനെ പോലുള്ള ഒരാൾക്ക് 10 ലക്ഷം ഉണ്ടാക്കുന്നതിനാണോ ഇത്ര വിഷമം? എങ്ങനെ? അത് ഞാൻ പറഞ്ഞു തരണോ? എനിക്കൊന്നും അറിയില്ല. സ്ഥലം വിൽക്കണം. സ്ഥലമോ? അതേ, സ്ഥലം. നിങ്ങൾക്ക് വേണ്ടത് 10 ലക്ഷമല്ലേ? അതിന് തുല്യമായ സ്ഥലം വിൽക്കുന്നു. 10 ലക്ഷം കയ്യിൽ കിട്ടിയാൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നു. അടച്ച നിമിഷം ചെക്ക് മാറുന്നു. 2 കോടി രാഘവന്റെ കയ്യിൽ. ഇനി വിറ്റ സ്ഥലം തിരിച്ചെടുക്കണമെങ്കിൽ 10 ലക്ഷമോ അതിനവർ ആവശ്യപ്പെടുന്ന ഒരു തുകയോ കൊടുത്താൽ സ്ഥലം രാഘവന് സ്വന്തം. അത് ശരിയാ. പക്ഷേ സ്ഥലം ആര് വാങ്ങും? അതിനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നാൽ ആളെ ശരിയാക്കിക്കോളൂ. ഒരു മിനിറ്റേ, ഞാനൊരു കോൾ ചെയ്യോട്ടെ. ഹലോ. നിങ്ങൾ പറഞ്ഞ സ്ഥലം ഓക്കെ. ഞങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ ഇപ്പോഴെത്താം. എടോ, താങ്കളോട് പറഞ്ഞതല്ലേ ഈ ചെക്ക് മാറ്റാൻ കഴിയില്ല. ആരോ നിങ്ങളെ പറ്റിച്ചതാ. ഇതിവിടത്തെ ചെക്കല്ലേ? നിങ്ങൾ പണം തരൂ. ദേ, പ്രായമുണ്ടെന്ന് കരുതിയാ ഇത്രയും സമയം ക്ഷമിച്ചത്. മറ്റുള്ള കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ നീങ്ങി നിൽക്ക്. ഞാൻ ഫോൺ ചെയ്യാം. നിങ്ങൾ സംസാരിക്ക്.
സെക്യൂരിറ്റി, ഇയാളെ പിടിച്ചു മാറ്റ്. പോലീസ് ഇപ്പോൾ എത്തും. ഇങ്ങട് വേണോ, കൊറേ നേരം. എന്നെ വിട്, എന്റെ പണം വിടന്നെ. ആരാ? എന്താ പ്രശ്നം? ദാ അവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന ആളാ. വാടാ ഇവിടെ. രാഘവേട്ടൻ, രാഘവേട്ടാ, എന്താ ഇത്? മോനെ റസാക്കെ, എന്റെ എല്ലാം പോയി. എല്ലാരും ചേർന്ന് എന്നെ പറ്റിച്ചു മോനെ. രാഘവേട്ടാ, എന്താ ഉണ്ടായത്? പറ രാഘവേട്ടാ. എന്റെ 50 സെന്റ് ഭൂമി പോയി മോനെ. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് അവര് തന്ന ചെക്ക് മാറാൻ വന്നതാ. രാഘവേട്ടാ, ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? മാഷിതറിഞ്ഞിരുന്നോ? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. രാഘവേട്ടൻ സമാധാനായിരിക്കെ, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എങ്ങനെ സമാധാനപ്പെടാനാ മോനെ? എല്ലാം പോയില്ലേ? രവിയൊക്കെ അറിഞ്ഞ. രാഘവേട്ടാ, ഈ ഇന്റർനെറ്റും മൊബൈലിന്റെയും നല്ല ഉപയോഗങ്ങൾക്കുപരി ചതിക്കുഴിയുടെ മായാപ്രളയത്തിൽ രക്തം ഊറ്റിക്കുടിക്കുന്ന പിശാചുക്കളാ ഇത്തരം തട്ടിപ്പിന്റെ പിറകിൽ. അവർ നിത്യേന എറിയുന്ന ആയിരക്കണക്കിന് ചൂണ്ടയിൽ കൊരുത്ത ഒരു ഇരയായിരുന്നു രാഘവേട്ടൻ. രാഘവേട്ടൻ വീട്ടിലേക്ക് ചെല്ലേ. ആ പിന്നെ ഈ സിം കാർഡ് എനിക്ക് വേണം. സൈബർ സെല്ലുമായി ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. വേണമെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നവരാ നമ്മൾ പോലീസുകാരൊക്കെ. ഇതാ വച്ചോ. ഞാൻ കൊണ്ടാക്കണോ? ഒത്തിരി ദൂരം പോവേണ്ടതല്ലേ? വേണ്ട, ഞാനിവിടെ നിന്ന് ഓട്ടോ വിളിച്ചു പൊക്കോളാം. പോട്ടെ കുഞ്ഞേ. എന്താ രാഘവേട്ടാ? ധൃതി പിടിച്ച് ആരെയും അറിയിക്കരുത്. എൻ്റെ അപേക്ഷയാണ്. ഞാൻ കാലു പിടിക്കാം. രാഘവേട്ടാ, ശാന്തമംഗലം രാഘവൻ. 2 കോടി രൂപ സമ്മാനം കിട്ടിയ രാഘവൻ. ജീവിതം മുഴുവൻ മണ്ണിന്റെ ഗന്ധമറിഞ്ഞു കിടന്ന രാഘവൻ. എന്താടാ രാഘവ നിനക്ക് പറ്റിയത്? പണം പണം പണമെന്ന് കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയി അല്ലടാ. പൊന്നുപോലെ നോക്കിയ മണ്ണ് കാലിന്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോകുമ്പോ നോക്കി നിൽക്കാൻ കഴിയോ? ഇല്ല ഇല്ല അല്ലേ? എന്നാ കഴിയണം. ഹൃദയം പറിച്ച് ദാനം കൊടുത്തില്ലേ? തല ഉയർത്തി നടക്കാൻ നിനക്ക് നാളെ കഴിയോ? ഇല്ല ഇല്ല. ഈ സുന്ദര മണ്ണിൽ നിന്ന് രാഘവൻ പോവാ. ശവം തിന്നുന്ന കഴുകന്മാരുടെ കൊക്കുകൾക്കിടയിൽപ്പെട്ട രാഘവനെന്ന ശവം. ഇത് ഇലക്ട്രോണിക് ലോകത്തിന്റെ കാല, എന്നെപ്പോലുള്ളവരുടേതല്ല. എന്റെ മൂകാംബിക ദേവി.
എണീക്ക് മാഷെ, ദാ കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പാ, വിജയേട്ടൻ വിളിച്ചിരുന്നോ? എയർപോർട്ടിലെത്തിയപ്പോൾ വിളിച്ചു. മാഷേ, എവിടെയാ സംസ്കരിക്കുന്നത്? അത് നമ്മുടെ പറമ്പിൽ തന്നെ. അത് നടക്കില്ല മോനെ, എന്തൊക്കെ ഈ പറയണ്? ഉപ്പാ, അവിടെ നടക്കില്ല. സമുദായ ശ്മശാനത്തിലോ അല്ലെങ്കിൽ പയ്യാമ്പലത്തോ. പെട്ടെന്ന് തീരുമാനിക്കണം. റസാക്കെ, പറയാം മാഷേ, പറയാം, എല്ലാം പറയാം. രവി, നമ്മുടെ അച്ഛൻ. ഏട്ടൻ അകത്തേക്ക് ചെല്ല്. മാഷേ, ഇങ്ങ് വരൂ. രാഘവേട്ടൻ രവി, എവിടെയാ അടക്കുന്നത്? വിജയേട്ടാ, പയ്യാമ്പലത്ത് കൊണ്ടുപോവാം. പയ്യാമ്പലത്തോ? നമ്മുടെ പറമ്പിൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് വിജയേട്ടാ, അതുകൊണ്ടാ അങ്ങനെ തീരുമാനിച്ചത്. അത് പറയാൻ നീ ആരാ? ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. തീരുമാനിക്കണം വിജയേട്ടാ, നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ആ കിടക്കുന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം വിജയേട്ടന്റെ ഒക്കെ പങ്ക് ധാരാളമാ. അപ്പോ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. വിജയേട്ടാ, ജീവശ്വാസം നൽകി മാറോട് കെട്ടിപ്പിടിച്ച മണ്ണ് ഒരു നാൾ കയ്യിൽ നിന്ന് ഊർന്നു വീണപ്പോ കണ്ട കരളിന്റെ പടച്ചിലാ ആ കിടക്കുന്നത്. ജീവിതത്തിന്റെ പേജുകൾ മറിക്കുമ്പോ ആനന്ദവും ആഹ്ലാദവും മാത്രമല്ല, അട്ടഹാസങ്ങളും നിലവിളികളും ചിലപ്പോൾ കടന്നു വന്നേക്കാം. ഇന്നലെ വരെയുള്ളത് ഇന്നിന്റെ ഭാഗമല്ല എന്നുള്ള ബോധം ഉണ്ടാവുമ്പോ തീരുമാനിക്കും. കോൺസ്റ്റബിൾ, ആ കെവിനെയും സുബീഷിനെയും ഇങ്ങ് കൊണ്ടുവരൂ. ദാ കണ്ടോ കെണിയൊരുക്കിയ വേട്ടക്കാരെ, സ്വന്തം രക്തബന്ധങ്ങളുടെ മടിക്കുത്തഴിക്കാൻ മടിയില്ലാത്ത തെമ്മാടികളെ, കരുണയും സ്നേഹവും വിട്ടുവീഴ്ചയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പുത്തൻ ലോകത്തിന്റെ വക്താക്കളെ, നൂറ്റാണ്ടിന്റെ നട്ടെല്ലെന്ന് കരുതുന്ന ഇലക്ട്രോണിക് യുഗത്തിലെ ജാരന്മാരെ. ദാ ഇവർ വെള്ളരിപ്രാവുകളെ ലക്ഷ്യം വയ്ക്കുന്ന പ്രാപ്പിടിയന്മാർ. നിയമത്തിന്റെ ചോർന്നൊലിക്കുന്ന ഓലക്കീറിലൂടെ ഇവരും നാളെ രക്ഷപ്പെട്ടേക്കാം. ധാർമ്മികതയെന്നാൽ വികൃതമാണെന്ന് മലയാളിയെ പഠിപ്പിച്ച കഫംദീനികളായ രാഷ്ട്രീയ മേലാളന്മാർ വരെ ഇവരുടെ തുണയ്ക്കായി എത്തിയേക്കാം. അതുകൊണ്ട് ഈ കൗരവ വംശത്തിന്റെ കള്ളച്ചൂതിൽപ്പെട്ട് നാം ഇനിയും പാണ്ഡവപുത്രരായി മാറിക്കൂടാ. ഹലോ സർ, നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നോ? ഞങ്ങളുടെ മൊബൈൽ നമ്പർ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. രചനാ സംവിധാനം മനീഷ് സാരംഗി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രാഘവൻ സതീഷ് മിരാണ്ട, രവിമാഷ് ഡെന്നി തോമസ്, മാമു ഷംസുദ്ദീൻ പോക്കർ, കണ്ണൻ രാജേഷ് കൃഷ്ണൻ, റസാഖ് മുഹമ്മദ് മനീഷ് സാരംഗി, സുബീഷ് ഗണേഷ് ബാബു, കെവിൻ സാമുവൽ, അരുൺ പിള്ള, വിജയൻ രാമചന്ദ്രൻ വെട്ടിക്കാർ, സെക്യൂരിറ്റി ഷാനു മുഹമ്മദ്, ബാങ്ക് സ്റ്റാഫ് സിന്ധു രാമചന്ദ്രൻ, എഡിറ്റിംഗ് ഷമീൽ എ ജെ, റെക്കോർഡിംഗ് സുബൈർ മാടായി, താജ് സ്റ്റുഡിയോ ദോഹ, മ്യൂസിക് ഗണേഷ് ബാബു, ടെക്നിക്കൽ സപ്പോർട്ട് AK ബിജുരാജ് ആൻഡ് ബദറുദ്ദീൻ സി. രചനാ സംവിധാനം മനീഷ് സാരംഗി.